എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പുനലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. എൻഡിഎ പിരിച്ചുവിടണമെന്നും എസ്എഫ്ഐ ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, എൻഡിഎ പിരിച്ചുവിടുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് എസ്എഫ്ഐ പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. എസ്എഫ്ഐ പുനലൂർ ഏരിയ സെക്രട്ടറി ജുനൈദ് ഉദ്ഘാടനം ചെയ്തു. ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പഠിച്ച പാവപ്പെട്ടവരായ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന സ്ഥിതിയാണ് കേന്ദ്ര സർക്കാർ ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടത്. ആ എക്സാം എഴുതിയ വിദ്യാർത്ഥികളെ അവരെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് ആ എക്സാം അവർ റദ്ദു ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇതിനെതിരെ ആ ഒരു പരീക്ഷ റദ്ദാക്കിയതിനെതിരെ ഇന്ത്യയിലാകെ എസ്എഫ്ഐ എല്ലായിടത്തും പ്രതിഷേധങ്ങൾ നടത്തി. ഇന്ന് എസ്എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രകാരം എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ ധർണ കേന്ദ്ര ഓഫീസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കൂ, നീറ്റ് മാത്രമല്ല, നിങ്ങൾ ഒന്ന് പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ 2021 JEE മെയിൻസ്, അതുപോലെ തന്നെ 2020 UG, പിന്നെ UGC പോലുള്ള എക്സാം ചോദ്യപേപ്പർ, അങ്ങനെ 89ഓളം വരുന്ന ചോദ്യപേപ്പറുകൾ മുമ്പും ഇതേപോലെ ചോർന്ന സ്ഥിതി ഈ ഇന്ത്യക്കകത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ വെളിയിൽ വരുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച ഇതൊരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ വർഷം നീറ്റ് എക്സാം എഴുതാൻ പറ്റാതെ പോയ എത്രയോ വിദ്യാർത്ഥികളുണ്ട്. പുനലൂർ ഏരിയ പ്രസിഡന്റ് ആശിഷ് അധ്യക്ഷത വഹിച്ചു. അപ്പൊ നമുക്കറിയാം, ഏറ്റവും സാധാരണക്കാരായ കുടുംബത്തിൽ നിന്നുള്ളവർക്ക് ഈ ജോലി നേടുന്നതിന്, ഡോക്ടറെ എടുക്കുന്നതിന് ഏറ്റവും ആശ്രയിക്കുന്നതെന്ന് പറയുന്നത് ഈ നീറ്റ് പരീക്ഷയാണ്. നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് +2 പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെ സുവോളജി, മറ്റ് ഇതുണ്ടല്ലോ, അതെല്ലാം പഠിച്ച് രാജ്യത്ത് ഒരു വർഷത്തോളം നീണ്ടു നിന്ന കണ്ണിന് ഉറക്കം കാത്തിരുന്ന് പരീക്ഷ എഴുതിയതാണ്. ആ പരീക്ഷയിലാണ് ഇത്തരത്തിലുള്ള ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത്. അന്നേരം അതിനെതിരെ നമ്മൾ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഉപരോധം. CPM പുനലൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ജിതിൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വിശ്വജിത്ത്, കാർത്തിക്, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളായ അഭിഷേക, അഭിനവ്, ലോക്കൽ കമ്മിറ്റി അംഗം ആരോമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.